പള്ളിക്കാട്ടിന്റെ അരികിലൂടെ പോകാൻ രാത്രി പേടിയാണ്. ഞാൻ തമാശക്ക് പലരും പറയാറുണ്ട്, പള്ളിക്കാട്ടിൽ പ്രേതമുണ്ടാകും എന്നിങ്ങനെ പറയും ആൾക്കാർ അല്ലേ. പള്ളിക്കാട്ടിന്റെ അടുത്തൊക്കെ കൂടി പോകുമ്പോഴൊക്കെ പ്രേതമുണ്ടാകും. എന്നാൽ എന്നോട് ഒരാൾ പറഞ്ഞു, വെട്ടിച്ചിറന്റെ പുറത്തുള്ള വളവുണ്ടല്ലോ, എന്താണ് ആ വളവിന്റെ പേര്? അട്ടപ്പാറ വളവ്. അവിടെ എച്ചുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എച്ചുണ്ടായ എന്താ? ആ എച്ചുണ്ടായ വണ്ടി മറിയുന്നറിഞ്ഞു. ഞാൻ പറഞ്ഞു വണ്ടി മറണ്ട, ആ എച്ചിനാണ്ട് തട്ടിട്ടാ മതിയല്ലോ, വണ്ടിയായിട്ട് കൊണ്ടുപോയിട്ട്. അപ്പൊ എച്ചി എന്ന് പറയുമ്പോഴേക്ക് ആളുകൾ പേടിക്കുകയാണ്. അതേ പ്രകാരം നമ്മ പള്ളിക്കാട്ടിലേക്ക് പണ്ടൊരു എങ്ങായി ഓട്ടോറിക്ഷയായിട്ട് പള്ളിക്കാട്ടിന്റെ അടുത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ പേടിയാണല്ലോ, പ്രേതം ഉണ്ടാവുമോ, പാതിരാത്രിയാണ്, പ്രേതം ഉണ്ടാവുമോ. അപ്പൊ പള്ളിക്കാട്ടിന്റെ വൈക്കുന്ന ആരോ ഒരാൾ കയ്യാട്ടി. അപ്പൊ ഇയാൾക്ക് സമാധാനായി. ഇനി പ്രേതത്തിനെ പേടിച്ചിട്ടല്ല, ഒരാളെ കിട്ടിയണല്ലോ, വേ നിർത്തി കൊടുത്തിട്ട് ഇപ്പൊ സമാധാനായി, വേ അയാളെ കയറ്റി. പോണ വൈക്കല് ഇയാൾ ഈ വണ്ടിയിൽ കയറി ആളോട് ചോദിച്ചാലോ, അല്ല ഇവിടെയൊക്കെ പ്രേതമുണ്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാലോ, അപ്പൊ ഈ കയറിയ ആള് പറഞ്ഞാലോ, പ്രേതമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മരിച്ചിട്ട് 40 കൊല്ലമായി അറിഞ്ഞാലോ, പിന്നെ ഇയാൾ ഓട്ടോറിക്ഷ എടുക്കാൻ പോവുക ആലോചിച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയാണ് ലോകത്ത് പ്രേത പള്ളിക്കാട്ടിന്റെ അടുത്ത് കൂടി പോകാൻ പേടിയ മനുഷ്യന്മാർക്ക്. എന്നാൽ എന്റെ യുവാക്കളെ, നമ്മളെ പിതാവിന്ന് കിടക്കുന്നത് എവിടെയാ? നമ്മുടെ വല്യമ്മമാരുപ്പമാര് കിടക്കുന്നത് എവിടെയാ? ഒറ്റക്കല്ലേ അവര് നമ്മളിട്ട് തിരിച്ചു പോകുന്നത്. ആ ഖബറിൽ ആരാണിത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളോ? എൻ്റെ ചെറുപ്പക്കാരാ, രക്ഷിതാക്കളെ, ഉമ്മ, അത് ചിന്തിക്കുമ്പോഴാണ് ഖബറിൽ ആരെങ്കിലും കൂട്ടാൻ പറ്റുമോ? പറ്റും, സംശയം വേണ്ട. റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ് കേട്ടോളൂ, അക്തിറൂ മിനസ്വലാ. യുവാക്കളെ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഉമ്മമാരെ, രക്ഷിതാക്കളെ, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ലോകത്തിന്റെ നേതാവിനോടുള്ള സ്നേഹം കൂട്ടുക. കാരണം നിങ്ങളെ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ നിങ്ങളെ കണ്ണ് തുറക്കുമ്പോ ആദ്യമായി നിങ്ങൾ കാണുന്നത് ആരാണെന്നറിയോ? എന്നെ കുറിച്ചുള്ള ചോദ്യമാണ്. കണ്ണു തുറക്കുമ്പോ നിങ്ങൾക്ക് എന്നെ കാണാം മലക്കുകളുടെ കൂടെ. എന്നെ കുറിച്ചാണ് ആദ്യമായി ഖബറിൽ ചോദിക്കുക എന്ന് നമ്മുടെ കരളെ മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് ആളുകളൊക്കെ തിരിച്ചു പോന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നത്, മലക്കുകൾ കൊണ്ടുവരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അള്ളാഹിന്റെ റസൂലിനോട് ഇഷ്ടമുള്ളവർക്കേ തിരിച്ചറിയാൻ കഴിയൂ. ഹബീബിനെ സ്നേഹിച്ചവർക്കേ കണ്ട ആളെ മനസ്സിലാകൂ. മലക്കുകൾ ചോദിക്കും, ഈ ആളറിയുമോ? ആ സമയത്ത് അള്ളാഹിന്റെ ഹബീബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലിയ, റസൂലുള്ളാഹിനെ മറക്കാത്ത, ഹബീബിനെ ഇഷ്ടപ്പെട്ട, മുത്തുനബിയുടെ ചര്യ അനുധാവനം ചെയ്ത നല്ല മനുഷ്യന്മാരെ നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് പറയും, അറിയാ. കൂടെ സ്നേഹിതന്മാരെ നടക്കുമ്പോഴും റസൂലുള്ളാഹിനെ മറക്കാത്തവനാണ് ഞാൻ. ദുനിയാവ് മുഴുവനും അപകടത്തിലേക്ക് പോകുമ്പോഴും തിരുചര്യ മാറ്റിവെക്കാത്തവനാണ് ഞാൻ. എല്ലാവരും വേണ്ടാത്തരത്തിന് പോകുമ്പോഴും അള്ളാഹിന്റെ ഹബീബ് കാണിച്ച ചര്യയിലൂടെ ജീവിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് ആ മുഖം കാണുമ്പോ എനിക്കറിയാം, ഇത് ഹബീബുല്ലാ, ഇത് അല്ലാഹുവിന്റെ റസൂലാ എന്നങ്ങ് മറുപടി പറയലോട് കൂടെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, പിന്നെ ഖബറിൽ നമ്മൾ ഒറ്റക്കല്ല. ഉദ്ദേശിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കാണാൻ പോകാനും അമ്പിയാക്കന്മാരെ കാണാൻ പോകാനും ലോകത്ത് ഏറ്റവും വലിയ ടൂർ നടത്താനും പറ്റുന്ന ലോകത്തിന്റെ പേര് ഖബറാ. കാരണം അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരെ ദിനേന സന്ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം അത് ഖബറാണ്. അതുകൊണ്ടല്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖബറിൽ നല്ല മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ഖബറാളിയോടെ മലക്കുകൾ പറയും, നം കനൗമത്തിൽ അറൂസ്, ആദ്യ രാത്രി പുതിയാപ്പിളും പുതിയണ്ണവും ഉറങ്ങിയതുപോലെ ഉറങ്ങിക്കോ എന്ന് ഖബറാളിയോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലു മക്കളെ, മുഹമ്മദ് മുസ്തഫ. നോക്കണം, ഒരു മനുഷ്യൻ ഖബറിൽ നമ്മൾ കരുതും ഖബർ ദുഃഖത്തിന്റെ ലോകമാണല്ല, ഖബർ രസത്തിന്റെ ലോകമാണ്, ഖബർ ആനന്ദത്തിന്റെ ലോകമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം ഖബറിലെത്തലോട് കൂടെ ഇപ്പൊ 2 കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല.
എന്നാ ഖബറിലെ തലോടുകൂടെ രണ്ട് കണ്ണുകൊണ്ട് പിന്നെ ഹബീബിനെ കാണാം, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കാം. അതാണ് മഹാഭാഗ്യം. കാരണം അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത് ആദ്യ രാത്രി ഉറങ്ങിയ മാതിരി ഉറങ്ങിക്കോ എന്ന് ഖബറാളിയോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അറൂസ് ഉറങ്ങിക്കതുപോലെ അറൂസ് ഉറങ്ങിയതുപോലെ എന്ന് പറഞ്ഞ നിങ്ങള് അറൂസ് എന്ന് പറഞ്ഞാല് പുതിയാപ്പിള പുതിയണ്ണ് എന്നാണ്. അങ്ങനെ നമ്മൾ അർത്ഥം വെക്കുക. ശരിക്കും അങ്ങനല്ല. കണ്ണൂർ ജില്ലയിൽ പോയാൽ ഖബർ കാണിച്ചു തന്നുകൊണ്ട് പറയും ഇത് നമ്മളെ നാട്ടിലെ പുയ്യാപ്പിളന്റെ ഖബറാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു പെണ്ണേറ്റ് വന്നാണ് നേരെ പോയി ഖബർ കിടന്നായിരിക്കും. അല്ല, എത്ര വയസ്സായില്ല, 75 വയസ്സായിട്ടുള്ളൂ മരിക്കുമ്പോ. അപ്പോഴും അയാൾ പുയ്യാപ്പിളെ. സത്യത്തിൽ അതല്ല അതിന്റെ അർത്ഥം. ആദ്യ രാത്രിയിൽ ഉറങ്ങുന്നത് പോലെ, ആദ്യ രാത്രി ഉറങ്ങുന്നത് പോലെ. ചെറുപ്പക്കാരങ്ങനെ ചിന്തിക്കണം, ആദ്യ രാത്രി ഇപ്പൊ ഞങ്ങൾ ഉറങ്ങിക്കണോ? അതങ്ങനെയാണ് പറയാ, അതങ്ങനെ പറയുന്നതാണ്. ഏട്ടന്മാർ അഞ്ചന്മാർ വന്നിട്ടിയാൽ അഞ്ചന്മാരോട് ഏട്ടന്മാർ പറയില്ലേ, ഒയ് ഉറങ്ങിക്കടാ, ഒയ് ഉറങ്ങിക്കടാ. പുതിയാപ്പിളയാകുന്ന നീ അഞ്ചം പറയല്ലോ, ഉറങ്ങാപ്പ ഞാൻ പെട്ടിട്ട് കൊണ്ടുവന്നേക്കാന്ന് ചോദിക്കല്ലോ. അതങ്ങനെയാണ് പറയാ. പെണ്ണിനോട് നാത്തുമാര് പറയില്ലേ, ഞാൻ കുറെ അയച്ചു പോയി ഉറങ്ങിക്കടി, പോയി ഉറങ്ങിക്കോ, ചെല്ലേ പോയി ഉറങ്ങിക്കോ. ഓള് പറയല്ലോ, ഉറങ്ങാൻ എന്നോട് ഉണ്ടല്ലോ കട്ടിൽ നിന്ന് ചോദിക്കോ? അതൊന്നും ചോദിക്കൂല. അതങ്ങനെയാണ് പറയാ. അന്ന് ആനന്ദത്തിന്റെ ദിവസമാണ്, ആഹ്ലാദത്തിന്റെ ദിവസമാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്. എല്ലാവർക്കും ഒന്ന് സന്തോഷാണ്, ആനന്ദമാണ്. പെരിക്ക് കൊണ്ടുവന്ന സാധനാകുന്ന പെണ്ണ് അത് രാജവമ്പാലാണ് കരിമൂർക്കനാണെന്നൊക്കെ തിരികെ നാളെ മുതലാ. ഇന്നൊന്നും തിരിയില്ല. ഇന്നൊക്കെ ഷറഫാക്കപ്പെട്ടത് തന്നെയാണ്. ഇന്നത്തെ ആദ്യത്തെ രാത്രി സുബയാൻ കൊടുക്കുമ്പോ വാച്ചക്ക് നോക്കും, ഇതെന്താ റബ്ബ് 2:30 ചങ്ങായി വാങ്ങി കൊടുത്ത് നോക്കുമ്പോ 5:30. ഓ അറിഞ്ഞില്ല. അത്രയും ആനന്ദാണ്. ചിലപ്പോ അതിന്റെ ഇടങ്ങേറ് മുഴുവൻ നാളെ മുതൽ അനുഭവിക്കാൻ തുടങ്ങുന്നത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഫസ്റ്റ് രാത്രി ഒരുന്നേരം കൊണ്ട് ശല്യമുണ്ടാവില്ല, ഭയങ്കര സന്തോഷ, ഒരു ദുഃഖവും ഇല്ലാത്ത അങ്ങനത്തെ ഒരു രാത്രി പിന്നെ കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ അങ്ങനെ ദിവസം ചൊല്ലും തോറും ഇങ്ങനെ ഇടങ്ങേറും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് പെണ്ണ് വരുമ്പോൾ അവളോട് ചോദിക്കുകയാണ്, എന്താ മോളെ വർത്താനൊക്കെ? ഒരു മാസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അവള് വരുമ്പോൾ പറയും, അൽഹംദുലില്ലാ. വട്ടം മോളെ എന്ന് വെച്ചാൽ തിരക്കടില്ലാറി. ഒരു കൊല്ലം കഴിഞ്ഞോടൊക്കെ എന്തേടി വട്ടോ, അങ്ങനെ ഓണ് കയറി. ജീവിതത്തിന്റെ സുഖം എന്ന് പറഞ്ഞാൽ അതങ്ങനെ കയ്യുന്തോറും ഇടങ്ങേറി കൂടി വരെ സുഖം അവസാനിക്കുകയാണ്. നേരെ മറിച്ച് ആദ്യ രാത്രിയിലുണ്ടായ മനസ്സുഖമുണ്ടല്ലോ, മനസ്സിനുണ്ടായ ടെൻഷൻ ഇല്ലാത്ത ജീവിതമുണ്ടല്ലോ, അത് കിട്ടുന്നവരെ ഒരു സ്ഥലം, അത് ഖബറാ. ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കലോടെ പിന്നെ അവന്റെ ജീവിതം നബിയോട് കൂടെയാണ്, സ്വഹാബത്തിനോട് കൂടെയാണ്. എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മ, ഞാൻ നിങ്ങൾക്കൊരു മഹാന്റെ പേര് പറഞ്ഞു തരാ. ഒരു കാലം അടിച്ചമർത്തപ്പെട്ട ഒരു മഹാൻ, അതാണ് മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കിരാതഹസ്തങ്ങളിൽ നടിയേറ്റ് മാംസം പുറത്ത് തെറിച്ച് അവസാനം വീണ് കിടക്കുന്നിടത്ത് വെച്ചിട്ട് വെള്ളം തരോ എന്ന് ചോദിച്ച ധിക്കാരിയായ ഉമയ്യത്ത് വായിലേക്ക് മൂത്രിച്ചു കൊടുത്ത ധിക്കാരിയായ ഉമയ്യത്ത്. അങ്ങനെ മൂത്രിച്ചു കൊടുക്കാൻ വിധിക്കപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ കറുകറുത്ത കാണാൻ അഴകുള്ളാത്ത വിരൂപിയായ ബിലാൽ. ആ ബിലാൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച് ഇഷ്ടപ്പെട്ട് കൈബാലികത്തിന്റെ മുകൾ കയറി ബാങ്ക് കൊടുക്കാൻ അള്ളാന്റെ റസൂൽ ഏൽപ്പിച്ചത് നീഗ്രയായ വിരോപിയെയാ. അതിന് മാത്രം ഉന്നതിയിലേക്ക് മുസ്ലിമായപ്പോ, റസൂലുള്ളാഹിന്റെ മുഹിബ്ബായപ്പോ അള്ളാഹു ഉയർത്തുകയാ. സൗന്ദര്യമല്ല പ്രശ്നം, ആരോഗ്യമല്ല പ്രശ്നം. മനസ്സിൽ റസൂലുള്ളാഹിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു അങ്ങ് ഉയർത്തുകയാണ് അവരെ. ബിലാൽ ഉയരുകയാണ്. ബാലികത്തിന്റെ മുകൾ കയറി ബാങ്ക് കൊടുക്കാൻ അള്ളാഹു റസൂല് ബിലാലിനെ വിളിച്ചു, ബിലാലെ ഇതിന്റെ മുകളിലേക്കൊന്ന് കയറി ബാങ്ക് കൊടുക്കൂ ബിലാൽ. ആവേശത്തോടെ ബിലാൽ സുദ്ദീഖിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. കാരണം ഉമയ്യത്തിന്റെ കയ്യിൽ നടിയേറ്റെഴുന്നേൽക്കാൻ കഴിയാതെ രക്തമൊഴുകി കിടക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച് പണം കൊടുത്ത് മോചിപ്പിച്ച എൻ്റെ സുദ്ദീഖ് അവിടെയുണ്ട്. ആ സുദ്ദീഖിനോടല്ലല്ലോ റസൂലുള്ള ബാങ്ക് കൊടുക്കാനുള്ള അവകാശം കൊടുത്തത്. ഉമറുണ്ട്, ഉസ്മാനുണ്ട്, അലിയാറുണ്ട്, സ്വഹാബത്തുണ്ട്. ബിലാൽ അതാ കഅബത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. കയറാൻ ബിലാലിന് കഴിയുന്നില്ല. ആ സമയത്തതാ കൈയിൻ്റെ കാലിൻ്റെ
കാലിൻ്റെ താഴെ ഒരു കൈ വെച്ച് കൊടുത്തിട്ട് ഇതിൽ ചവിട്ടിക്കോ ബിലാൽ. കയ്യിൽ ചവിട്ടാൻ ബിലാലിനോട് പറയുമ്പോ ബിലാൽ താഴേക്കൊന്ന് നോക്കുന്നുണ്ട്. ആരെ കയ്യിലാ ഞാൻ ചവിട്ടുന്നത്? ബിലാൽ ഒറ്റച്ചാട്ടമാണ് താഴേക്ക്. യാ റസൂലല്ലാഹ്, ഈ കറുകറുത്ത നീഗ്രോയുടെ കാല് വെക്കേണ്ടതാണോ? അല്ലാഹുവിന്റെ ഹബീബേ, ശറഫാക്കപ്പെട്ട അങ്ങയുടെ കൈ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മടിക്കണ്ട ബിലാൽ, കയറിക്കോ. ശറഫാക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ കയ്യിൽ ചവിട്ടി കഅബാലകത്തിലേക്ക് കയറി അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ വിളിയാളം മുഴക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത ബിലാൽ. യുവാക്കളെ കേട്ടോളൂ, ബിലാൽ മരിക്കുന്ന രംഗമുണ്ട്. ബിലാൽ ലോകത്തോട് വിട പറയുന്ന രംഗമുണ്ട്. ബിലാൽ എന്നേക്കുമായി ലോകത്തോട് വിട പറയുന്ന രംഗമുണ്ട്. ബിലാൽ സക്കറാത്തിൽ കിടക്കുകയാണ്. ബിലാൽ സക്കറാത്തിൽ കിടക്കുകയാണ്. സക്കറാത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ അവിടുത്തെ പ്രിയപത്നിയായ ഭാര്യ ഇരുന്ന് കരയുകയാ. ഭാര്യ ഇരുന്ന് കരയുകയാണ്. ബാബലാല, എൻ്റെ ബിലാലിൻ്റെ ദുഃഖമേ, എൻ്റെ ബിലാലിൻ്റെ പ്രയാസമേ എന്ന് പറഞ്ഞൊരു ഭർത്താവ് മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഭാര്യയാണല്ലോ. ആ ഭാര്യ കരയുകയാ. ഭാര്യങ്ങനെ കരയുന്ന കണ്ടപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തേക്ക് നോക്കിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ഭാര്യ, നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ മരിക്കുന്നതോർത്ത് കരയുകയാണോ? ഞാൻ മരിക്കുന്നതോർത്ത് കരയുകയാണോ? ബിലാവോ ഭാര്യ, കരയരുത്. വേണമെങ്കിൽ നീ പറഞ്ഞോ, ബിലാലിന്റെ സന്തോഷമേ എന്ന് വേണമെങ്കിൽ പറഞ്ഞോ. കാരണം ബിലാൽ ഇന്ന് സന്തോഷത്തിലാണ്, ബിലാൽ ഇന്ന് ആനന്ദത്തിലാ. ലോകത്തോട് വിട പറയാൻ സമയത്ത് ഒരു മനുഷ്യൻ ആനന്ദം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിന് സന്തോഷം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബിലാൽ സക്കറാത്തിൽ ചിരിച്ചിട്ട് പറയാണ്, ഭാര്യ എന്തിനാ കരയണത്? ഒന്നിനും കരയണ്ട, വേണമെങ്കിൽ പറഞ്ഞോ, ബിലാൽ ഇന്ന് ഏറ്റവും വലിയ സന്തോഷത്തിലാ. എന്താ കാര്യം എന്നറിയോ? ഞാനൊന്ന് കണ്ണടച്ചാൽ ഭാര്യ മുഹമ്മദാ, നാളെ ഞാൻ ഖബറിലെത്തിയ പിന്നെ എൻ്റെ ജീവിതം അള്ളാന്റെ റസൂലിന്റെ കൂടെയാണ്. ഭാര്യ റസൂലുള്ളാഹിനെ കാണാൻ പോകുന്ന, ഹബീബിന്റെ കൂടെ ജീവിക്കാൻ പോകുന്ന എനിക്കല്ലാത്ത സന്തോഷമാണ്. മദീനയിൽ നിന്ന് പിരിഞ്ഞതല്ലേ എൻ്റെ കരള്, പിന്നെ ഞാൻ എൻ്റെ കരളിനെ കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ ബിലാലിനെ കാണാൻ, റസൂലുള്ളാഹിനെ കാണാൻ പോവുകയാ. എൻ്റെ ചെറുപ്പക്കാരാ, രക്ഷിതാക്കളെ, ഉമ്മ, കണ്ണടച്ചത് മുതൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കണം എനിക്കും നിങ്ങൾക്കും. ആരും നമ്മളെ കൈയൊഴിഞ്ഞാലും നമ്മളെ കരള് കൈയൊഴിയൂല, നമ്മളെ മുത്ത് കഴിയൂല. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ വാരി പുണരും കേട്ടോ. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു ദൗത്യം, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണം. മനസ്സിൻ്റെ ഉള്ളിൽ ഹബീബിനെ കഴിവിൻ്റെ പരമാവധി പറയണം, ചൊല്ലണം, പറയിപ്പിക്കണം. അങ്ങനെ ഹബീബുമായുള്ള ഒരു മാനസിക ബന്ധം ഈ പറയുന്ന ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുക്കണം മരിക്കുന്നതിൻ്റെ മുമ്പ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ.